പ്രതീക്ഷകളുടെയും മോഹങ്ങളുടെയും സ്വപ്നങ്ങളുടെയും ഈ വേദിയിലേക്ക് അടുത്ത മത്സരാർത്ഥി. ശേഷം കാഴ്ചയിൽ എന്ന സിനിമയിൽ ജോൺസൺ മാസ്റ്റർ ഈണമിട്ട് എസ് ജാനകി പാടിയ ഒരു അതിമനോഹര ഗാനവുമായി ഈ വേദിയിലേക്ക് വരുന്നു രാധിക. എൻ്റെ പേര് രാധിക, സ്വദേശം കോഴിക്കോട്. ജോസ്കോ ഇന്ത്യൻ വോയ്സ് സീസൺ 12 ഞാനും പാടുന്നുണ്ട്. ശ്യാമവർണ്ണൻ വന്നു നിന്നാലോർമകളിൽ ശ്യാമവർണ്ണൻ കളിയാടി നിൽക്കും കദനം നിറയും യമുനാ നദിയായി മിഴിനീർ വഴിയും. ജോസ്കോ ഇന്ത്യൻ വോയ്സിൽ പാടുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. അതിനെന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ഭർത്താവാണ്. ഭർത്താവിൻ്റെ പേര് ഷിജേഷ്, ഗൾഫിലാണ്, പാട്ടുകാരനാണ്. എനിക്കൊരു മോനുണ്ട്, മോൻ്റെ പേര് നന്ദു, LKG പഠിക്കുന്നു. ഇവര് അവൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്, അപ്പുവും കിച്ചുവും. ഇവൻ അത്യാവശ്യം ഡ്രംസ് ഒക്കെ വായിക്കും. അപ്പൊ അമ്മ ഏത് പാട്ടാ വായിച്ചു തരണ്ടേ? 1 2 3 സ്റ്റാർട്ട്. ഇതാണ് എൻ്റെ അമ്മ. അമ്മയുടെ പേര് പ്രേമലത. എനിക്കിങ്ങനെ പാടാനുള്ളൊരു കഴിവുണ്ടെന്ന് തിരിച്ചറിഞ്ഞതും എന്നെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത് എൻ്റെ അമ്മ തന്നെയാണ്. അതെത്രയെന്ന് വെച്ച് പറഞ്ഞാൽ തീരില്ല, അത്രയും എല്ലാം അമ്മ തന്നെയാണ്. ഇതാണ് എൻ്റെ അനിയത്തി, പേര് അംബിക. ഇവള് അത്യാവശ്യം പാടുകയും ചെയ്യും, റേഡിയോ ജോക്കിയാണ്. ഇതാണ് എൻ്റെ അച്ഛൻ. അച്ഛൻ്റെ പേര് നാരായണൻ. അച്ഛൻ MSP ക്യാമ്പിലായിരുന്നു ജോലി, ഇപ്പോൾ റിട്ടയർഡായി. ഇപ്പോൾ ഞങ്ങളൊരു ചെറിയൊരു ഹോട്ടലൊക്കെ ഇട്ടിരിക്കുകയാണ്. അച്ഛനും പാടുമായിരുന്നു. അച്ഛൻ്റെ കഴിവിലൂടെയാണ് എനിക്ക് പാടാനുള്ള ഈ കഴിവ് കിട്ടിയത് തന്നെ. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തി നിൽക്കുന്നത്. ഇതിനു മുന്നേ ഒരുപാട് പരാജയങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ജോസ്കോ ഇന്ത്യൻ വോയ്സിന്റെ ഈ ഒരു സ്റ്റേജിൽ ഞാൻ പരാജയപ്പെടില്ല. ശ്യാമവർണ്ണൻ രാധിക ചേച്ചി, ഇന്ന് ഏത് പാട്ടാണ് പാടുന്നത്? മോഹം കൊണ്ട് ഞാൻ എന്ന പാട്ടാണ്. നന്നായി പാടാൻ കഴിയട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. മോഹം കൊണ്ടു ഞാൻ ദൂരെ ഈണം പൂത്തനാൾ മധു തേടി
രാധിക, ചേച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമുക്കിനി സുജാ ചേച്ചിയോട് ചോദിക്കാം. രാധിക അസലായി പാടി രാധിക. താങ്ക് യു ചേച്ചി. എനിക്ക് പറയാനുള്ളത് രാധികയുടെ വോയിസ് ഈതർ സ്ട്രെയിൻ ഓർ ആസിഡിറ്റി, ഇതിലേതോ ഒരു കാരണം കൊണ്ടാണ് ആ സ്പ്ലിറ്റ് വന്നുകൊണ്ടേയിരിക്കണേ. അത് മേലേക്ക് വരുന്നില്ലല്ലോ, അധികം താഴെയാണ്. വോക്കൽ കോഡിന് നീര് വന്നിട്ടുണ്ട്, അതുപോലെ ഇതുപോലെ അസിഡിറ്റി ഉണ്ട്. വോയിസ് റെസ്റ്റ് കൊടുത്ത് അടുത്ത ഷെഡ്യൂളിന് മുമ്പേ വോയിസ് റെസ്റ്റ് നല്ലോണം കൊടുക്കുക. ഒരു 10 ദിവസം മിണ്ടാതിരിക്കുക. പക്ഷെ ഭാവയുള്ളപ്പോൾ അമ്മയോ ആരെങ്കിലും മോനെ നോക്കിക്കുക, മിണ്ടാതിരിക്കുക. ആസിഡിറ്റിക്കുള്ള ട്രീറ്റ്മെൻറ്റോ അത് യു ഹാവ് ടു ഡു, ഡോക്ടറെ അടുത്തോ എന്താണെന്നുള്ളത് ചെയ്തിട്ട് ശരിയാക്കുക. അത് മാത്രമേ ഉള്ളൂ. നമ്മൾ അസലായി പാടി, ഇതും വച്ചുകൊണ്ട് ഇത്രയും പാടിയല്ലോ എന്നാണല്ലോ. താങ്ക് യു ചേച്ചി. നല്ല ഫീലൊക്കെ ആയിരുന്നു കുറേ സ്ഥലങ്ങളിൽ ചരണത്തിലേക്ക്. വെരി ഗുഡ്. ഷിനി സർ. രാധിക എനിക്ക് വലിയ ഇഷ്ടമായി. പല്ലവിയിൽ ഇതുപോലെ ആ വോയിസ്, എസ്പെഷ്യലി ദ ലോവർ പോർഷൻസ്, ഒരു ലൈൻ ഇടയ്ക്ക് കംപ്ലീറ്റ് ചെയ്യാതെ പോകുന്ന അത് ഡെഫിനറ്റ്ലി ഐ തിങ്ക് ഇറ്റ് ഇസ് അസിഡിറ്റി. ഐ തിങ്ക് അത് ഉണ്ടെന്ന് പറയുന്നു. ഈ ടെൻഷൻ വരുമ്പോൾ അസിഡിറ്റി കൂടും. ഇപ്പോൾ നമ്മൾ ഡോക്ടേഴ്സായി മാറി ഇത് കാരണം. ഇനി കമന്റ് ചെയ്യൂ ഡോക്ടർ ശ്രീനിവാസ് പറഞ്ഞു. ലാസ്റ്റ് പല്ലവി എത്തിയപ്പോൾ എല്ലാം സെറ്റിൽ ചെയ്ത് ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. ദ ലാസ്റ്റ് പല്ലവി വാസ് എക്സ്ക്ലൂസീവ്. താങ്ക് യു സർ. ശരത് സർ. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, താഴെ പാടുമ്പോഴും ഇങ്ങനെ ഗളുന്ന് എന്ത് ബുദ്ധിമുട്ടാണെന്നില്ല. നമ്മൾ കുറച്ച് പാടുന്നതുകൊണ്ട് വേറൊരു പാട്ടുകാരനോ ഇങ്ങനെ നിന്ന് ബുദ്ധിമുട്ടുമ്പോൾ അത് നിങ്ങളെക്കാളും കൂടുതൽ ഞങ്ങൾക്കാണ് ബുദ്ധിമുട്ട്. ഞാൻ ചേച്ചിയൊക്കെ വിട്ടിരുന്ന് മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു, സത്യം അങ്ങനെ ആവല്ലേ എന്ന്. പിന്നെ അതുകൊണ്ടുള്ള ചെറിയ ചെറിയ കുഴപ്പങ്ങളൊക്കെയാണ്. അത് കുഴപ്പമില്ല, അത് ശരിയായിക്കോളാം. അതുകൊണ്ട് ആദ്യം പോയാലും ചെയ്യേണ്ടത് എന്താണെന്നറിയോ? പറയൂ. അറിയില്ല. മിൻസാരപ്പൂ എന്നുള്ള പാട്ട് അമ്മയെ പഠിപ്പിക്കുക, പിന്നെ മോ കൊട്ടുമ്പോൾ അമ്മ പാടിക്കോളൂ കേട്ടോ. നന്നായിരുന്നു. എനിക്ക് ആ വീടൊക്കെ വളരെ ഇഷ്ടമായി. മോനെ കൊണ്ടുവരായിരുന്നു, രസം ഇവിടെയൊക്കെ ഓടി നടന്നേനെ. പക്ഷേ എനിക്ക് കുഞ്ഞിനെ മിസ് ചെയ്യുന്നു. അല്ലാണ്ട് ഇപ്പോൾ കണ്ടപ്പോൾ കാണാൻ തോന്നുക എനിക്ക് അങ്ങനെയാണ്. കുട്ടികളെ കണ്ടാൽ പിന്നെ എൻ്റെ കഷ്ടമാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ സ്നേഹാന്വേഷണ വീട്ടിലെല്ലാവരും അറിയിക്കും. മോളെ നന്നായിരുന്നു പാടിയത്. നൈസ്. താങ്ക് യു സർ. നീ മാർക്സ് ചോദിക്കാം. സുജാ ചേച്ചി. 27.5 on 30. Thank you, ചേച്ചി. ഷിനി സർ. Again, 27.5 on 30. Thank you, sir. ശരത് സർ. ജോൺ ചേട്ടൻ എന്ന് പറയുമ്പോൾ എനിക്ക് പിന്നെ കുറയ്ക്കാൻ പറ്റത്തില്ല. 27 on 30. Thank you, judges. 82 on 90. നല്ല സ്കോറാണ് രാധിക. നമുക്കിനി ഓവറോൾ പെർഫോമൻസ് എത്രയാന്ന് ചോദിക്കാം. ഓവറോൾ പെർഫോമൻസ് on 10. 7.5 on 10. 89.5 on 100.